ശ്രീജിത്ത്, ഈ ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ ഉടനെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ആ പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴും ഈ ഹമാസിൻ്റെ സ്ഥിതിയെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. ഹമാസ് ഇപ്പോൾ ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് എന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഹമാസ് പ്രേമികൾ പറയുന്നത് ഇത് ഹമാസിന്റെ വിജയമാണ്. കാരണം ഇസ്രായേലുമായി ഒരു ഉടമ്പടിയിലെത്തുവാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഇസ്രായേൽ പിടികൂടിയ ബന്ദികളെ ഈ ഹമാസിന് വിട്ടുകൊടുക്കുകയാണ്, ഗാസയ്ക്ക് വിട്ടുകൊടുക്കും. അതോടൊപ്പം തന്നെ മറിച്ചുമുണ്ടല്ലോ, ഈ ബന്ദികളെ തിരിച്ചു നൽകുകയുണ്ട്. പക്ഷേ ഇതാണ് ഈ സംഭവമാണ് വലിയ രീതിയിൽ പൊലിപ്പിച്ചു കാണിക്കുന്നത്. പക്ഷേ എന്താണ് ഹമാസിന്റെ എന്ന അവസ്ഥയെന്ന് ഇവർ തിരിച്ചറിയാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നതെന്ന് അറിയില്ല. കാരണം ഈ ഹമാസിന്റെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും ഇസ്രായേൽ തിരഞ്ഞു പിടിച്ച് വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് കേരളത്തിൽ ഉൾപ്പെടെയുള്ള പല പള്ളികളിലും പ്രാർത്ഥന നടക്കുന്നു. അവർക്ക് വേണ്ടി ഫ്ലെക്സുകൾ റോഡിൽ ഉയർത്തുന്നു. അങ്ങനെ ഒരു കരച്ചിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ കരച്ചിൽ സന്തോഷത്തിലേക്ക് വഴിമാറിയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം അങ്ങനെയാണ് ഈ ഹമാസിന്റെ വിജയമെന്ന് ഇവർ ആഘോഷിക്കുമ്പോൾ പല പ്രമുഖ നേതാക്കളും വിവിധ സമയങ്ങളിൽ ഇസ്രായേലിൽ കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കൃത്യമായി തന്നെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഈ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ തുടക്കം തന്നെ അറിയാവുന്നതാണ്. കഴിഞ്ഞ ഒക്ടോബർ 7-നായിരുന്നു 2023 ഒക്ടോബർ 7-നായിരുന്നു ഈ ഇസ്രായേലിനെതിരായിട്ടുള്ള ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അന്ന് 1000-ലധികം പേർ മരണപ്പെടുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്നത് തന്നെ ജനങ്ങളെ ബന്ദികളാക്കുകയും ആ ബന്ദികളെ പിന്നീട് ഒളിപ്പിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞതായിരുന്നു, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കും, ഹമാസിന്റെ അടിവേരറുക്കുമെന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. പിന്നീട് നാം കണ്ടതാണ് നിരന്തരം ആക്രമണങ്ങളായിരുന്നു. ഹമാസിന് ഇനി ഒരു വലിയ രീതിയിലുള്ള തിരിച്ചുവരവിന് സാധിക്കാത്ത വിധം ഹമാസിനെ പൂർണ്ണമായി ചുട്ടരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് പല മനുഷ്യത്വരഹിതമായ അത് ശരിയാകുകയും ചെയ്തു. കാരണം ഹമാസിന്റെ നേതൃനിര തന്നെ ഇല്ലാതാക്കി. ഗാസയിലെ ബിൻ ലാദൻ എന്നറിയപ്പെടുന്ന ആളായിരുന്നല്ലോ സിൻവാർ, അല്ലേ? സിൻവാറിനെ തീർത്തു. അതുപോലെ തന്നെ ഹിസ്ബുള്ളയിൽ വന്നപ്പോഴും ഇങ്ങനെ ആയിരുന്നു ഇസ്രായേൽ ചെയ്തത്. നേതൃനിരയെ മുഴുവൻ തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ ഈ ഗാസയിലുള്ള മുഴുവൻ ആൾക്കാരെയും കൊല്ലുക എന്ന് പറയുന്നത് അത് ശരിയായ കാര്യവുമല്ല, പ്രായോഗികവുമല്ല. 1,00,000-ലധികം പേരെയൊക്കെ 46,736 പേരെയാണ് കൊന്നത്. അപ്പോൾ നേതൃനിരയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീരും എന്നുള്ള രീതിയിലാണ് അവർ അങ്ങനെ ചെയ്തത്. അത് അങ്ങനെ പറയുമ്പോഴും ഈ നേതാക്കൾക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കാനാണ് അവിടുത്തെ ജനങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അത് നമുക്ക് കേരളത്തിൽ ഉൾപ്പെടെ നമുക്ക് ശ്രദ്ധിച്ചറിയാം. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തങ്ങളുടെ മതത്തിന് പ്രാധാന്യം നൽകുകയും അത് തെറ്റാണെന്ന് തുറന്നു സമ്മതിക്കാനും ചില വിഭാഗങ്ങൾ തയ്യാറാകാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അത് തന്നെ ഹമാസിലും ഉണ്ടായത്. ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്നും അന്ന് ഇസ്രായേലിൽ ക്രൂരമായൊരു ആക്രമണം ഉണ്ടായിരുന്നു. 1000-ലധികം പേർ അന്ന് എന്തോ ഒരു അവധി ദിവസമായിരുന്നു, അത് ആഘോഷിക്കാൻ എത്തിയവരെയാണ് തിരഞ്ഞു പിടിച്ച് വലിയ രീതിയിൽ ആക്രമിക്കുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ അപമാനഭാരത്തിന്റെ ഒരു ദിവസം കൂടിയായിരുന്നു. കാരണം ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധസേനയെ നയിക്കുന്ന, അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗമുള്ള ഒരു രാജ്യത്ത് കയറി ഇത്രയും വലിയ ക്രൂരത കാണിക്കുമ്പോൾ അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ച കൂടെ അവർ തുറന്നു സംഭവിച്ചു. അതിന്റെ എന്ന നിലയിലാണ് നിരന്തരം ആക്രമണം ഉണ്ടായത്. അവർ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയാണ് പ്രധാനമായി ലക്ഷ്യമിട്ടത്. അതിനിടയിൽ പക്ഷേ നാം ജമ്മു കാശ്മീരിൽ കണ്ടതുണ്ടല്ലോ, ഈ ഭീകരവാദികൾ നാട്ടുകാരെയാണ് ഈ മനുഷ്യ കവചമാക്കി മാറ്റുന്നത്. ഇവരും മനുഷ്യ കവചമായി മാറുവാനുള്ള ശ്രമം അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരും ശ്രമം നടത്തിയിരുന്നു. കാരണം ഈ അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു പലപ്പോഴും ഈ ഹമാസിന്റെ നേതാക്കൾ ഒളിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. പക്ഷെ ഇത് തുറന്നു പറയാനൊന്നും അവിടുത്തെ ജനങ്ങൾ തയ്യാറായിരുന്നില്ല. അങ്ങനെയെല്ലാം കൊണ്ടാണ് ഇത് വലിയ രീതിയിലുള്ള വലിയ ആക്രമണത്തിലേക്ക് പോകുക. എന്തായാലും ഇതിൽ ഏറ്റവും തമാശ നിറഞ്ഞത് വിജയം ആഘോഷിക്കുമ്പോഴും ഇപ്പോഴും ഹമാസ് എന്ന വലിയ സംഘടനയായി അവകാശപ്പെടുന്ന ആ പ്രസ്ഥാനത്തിന് നയിക്കാൻ നേതാക്കളില്ല. നേതാക്കളെ പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കിയിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. പ്രമുഖരായ അന്ന് 2023 ഒക്ടോബർ 7-ന് ആക്രമണം ഉണ്ടാകുമ്പോൾ 15 മാസം അതെ, ആ ആക്രമണം ഉണ്ടാകുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കഴിവുള്ള പല ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പല ട്രെയിനിങ്ങുകൾ കരസ്ഥമാക്കിയ നേതാക്കളായിരുന്നു ഹമാസിന്റെ തലപ്പത്തെങ്കിൽ ഇപ്പോൾ ഹമാസിന് ഒരു നേതാവില്ല. നേതാവിനെ പ്രഖ്യാപിക്കാൻ തന്നെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഹമാസ് മാറിയിരിക്കുകയാണ്. അത് ഇസ്രായേലിന്റെ വിജയമാണ്. അപ്പോഴൊരു തങ്ങളുടെ രാജ്യത്തിനെതിരെ ഒരു സംഘടന ആക്രമിക്കുകയാണ്. ആ സംഘടനയിലെ മുതിർന്ന നേതൃത്വം നൽകിയ എല്ലാ നേതാക്കളെയും വകവരുത്തുകയും അതോടൊപ്പം തന്നെ മറ്റൊരു നേതാവിനെ പ്രഖ്യാപിക്കാൻ പോലും ആ സംഘടന ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്
ഈ ഹമാസിനെയും ഗാസയെയും കൊണ്ടെത്തിക്കാൻ എന്തായാലും ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന നേതാക്കൾ ഇവരെല്ലാമായിരുന്നു. ഇസ്മയിൽ ഹനിയ, അതോടൊപ്പം തന്നെ യഹിയ സിൽവാർ, മുഹമ്മദ്, അതോടൊപ്പം തന്നെ മിർവാൻ ഈസ തുടങ്ങിയവരെല്ലാം ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞു. അവരെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. ജനകീയരായി അറിയപ്പെട്ടിരുന്ന, ഗാസയിലെല്ലാം ജനകീയരായി അറിയപ്പെട്ടിരുന്ന എല്ലാ നേതാക്കളെയും വധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാലത്തെല്ലാം ഉണ്ടായിരുന്ന ആളായിരുന്നു ഇസ്മയിൽ ഹനിയ. ആ ഇസ്മയിൽ ഹനിയെ വധിക്കുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് അനുകൂലമായി കേരളത്തിൽ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യവും മറ്റൊന്നുമല്ല, ഈ ഹമാസ് നേതാക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ബന്ദികളെ മോചിപ്പിക്കുക എന്നൊരു കാര്യവും കൂടിയുണ്ട്. ഇതുപോലെ തന്നെ മറുസൈഡി വരുമ്പോഴേ ഹിസ്ബുള്ളയുടെയും നേതൃനിര മുഴുവൻ തീർത്തു കളഞ്ഞു എന്നുള്ളതാണ്. ആ ഒരേ സമയം 4 പേരോടെ യുദ്ധം ചെയ്തതാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയുടെ നേതൃനിരയൊക്കെ തന്നെ ഇപ്പം ലെബനിലൊക്കെ കഴിഞ്ഞിരുന്ന അവരെയൊക്കെ അവിടുന്ന് തന്നെ ആ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഒഴിപ്പിക്കുകയും അവിടുന്ന് വലിയ പലായനം നടക്കുകയും ചെയ്തു. 12 ലക്ഷത്തോളം പേരാണ് കൂട്ടപലായനത്തിലേക്ക് പോയതെന്നുള്ളതാണ്. ആ നേതൃനിരയെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഈ നേതൃനിരയെ തകർക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ ഇറങ്ങിയപ്പോൾ എന്തുപറ്റി? സാധാരണ ജനങ്ങളുടെ ജീവനും പൊലിഞ്ഞു എന്നുള്ളതാണ്. കാരണം അവിടെയാണ് ഇവർ ഈ നേതൃനിര മുഴുവൻ കയറി പാർത്തിരുന്നത്. ആശുപത്രിക്കകത്തും അല്ലേ, അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അത്തരത്തിലാണ് ഈ ഹമാസിനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം കടുപ്പിച്ചപ്പോൾ ഹിസ്ബുള്ള ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ഹമാസിനെ തൊട്ടാൽ ഞങ്ങൾ ഇറങ്ങുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി അങ്ങനെയാണ് യുദ്ധത്തിന് ഇറങ്ങുന്നത്. അത് എന്തായാലും കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആവേശ കമ്മിറ്റിക്കാരെ വലിയ രീതിയിൽ ആവേശം കൊള്ളിച്ചതായിരുന്നു. പക്ഷേ പിന്നീട് ഹിസ്ബുള്ളയുടെ അവസ്ഥ ദയനീയമായി മാറുകയാണ്. ഹിസ്ബുള്ളയുടെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഗ്രൂപ്പിന്റെ മേധാവിയായ ഹസൻ ഇസ്രാളയെ അദ്ദേഹം മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹത്തെയും കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹിസ്ബുള്ളയിലെ തുടർച്ച നീക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് അവസാനം അവർ തന്നെ ഇങ്ങോട്ട് മുൻകൈയെടുത്ത് സമാധാന കരാറിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. അതിന് സമാനമായി തന്നെയാണ് ഹമാസ് ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവർക്ക് എത്ര നാൾ ഇനി ഒളിത്താവളങ്ങളിൽ കഴിയാൻ പറ്റും? ഈ ഭൂമിക്കടിയിൽ കുഴിച്ച് എത്ര നാൾ ഈ തവളയെ പോലെ അതിനകത്ത് ഒളിച്ചിരിക്കാൻ കഴിയും? അവർക്കും പുറത്തു വരണമെന്ന് ആഗ്രഹം കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കരാറിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. ആ കരാറിൽ ഏർപ്പെട്ടു എന്ന് എല്ലാവരും ആഘോഷം നടത്തുമ്പോഴും യുദ്ധം തുടരുകയാണ്. ഇന്നലെയും വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇസ്രായേലിനെ ഇതിന്റെ പേരിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രാജ്യത്തെ 4 സൈഡിൽ നിന്നും ആക്രമിക്കുക, ആ രാജ്യത്ത് കയറി അവരുടെ പൗരന്മാരെ കൊലപ്പെടുത്തുക, അങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ചടി സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. എന്തായാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദയനീയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി അവർക്ക് പുതിയ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ 50,000 പേരിൽ അടുപ്പിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനാൽ തന്നെ ജനങ്ങളെല്ലാം വലിയ രീതിയിൽ ഇവർക്കെതിരാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു സംഘടന ഈ ഹമാസ് ഗാസയുടെ ഭരണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നുണ്ട്. ഗാസ ഇപ്പോൾ ഭരിക്കുന്നത് ഹമാസ് ആണല്ലോ, മറിച്ച് മറ്റൊരു പാലസ്തീൻ സംഘടന തന്നെ തങ്ങൾ ഈ ഭരണം നടത്താമെന്ന ആവശ്യവുമായി തന്നെ രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ വർഷം കണ്ടത് വലിയ പോരാട്ടമായിരുന്നു. ഹമാസിനെ പൂർണ്ണമായി തന്നെ തുടച്ചു നീക്കുകയാണ്. ഹമാസിന്റെ നേതാക്കളെ മുഴുവൻ തുടച്ചു നീക്കി പുതിയൊരു ഭരണക്രമം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ ഉള്ളത്. ഇസ്രായേലിന്റെ പരാജയമാണ്. ഇസ്രായേൽ കരാറിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോഴും അങ്ങനെ ആഘോഷമാക്കുന്നവർ ഇതിന് എന്തായാലും ഉത്തരം പറയേണ്ടി വരും. കാരണം ഈ ഹമാസിന്റെ നേതാക്കളെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുവാൻ, തുടച്ചു നീക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആരുടെ വിജയമാണ് ഈ അവസാന ഘട്ടത്തിൽ ഉണ്ടായതെന്ന് അവർ പറയേണ്ടി വരും. പക്ഷേ ഇനിയുള്ള കാലത്ത് ചിലപ്പോൾ ഇനി ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയുള്ളൂ. കാരണം ട്രംപിന്റെ വരവാണ്. ട്രംപ് വരുന്നതോടുകൂടി തന്നെ ഇസ്രായേലിന് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. കാരണം ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധകാലത്ത് കണ്ടതായിരുന്നു. ഈ മനുഷ്യാവകാശമെല്ലാം ചൂണ്ടിക്കാട്ടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് തന്നെ, ബൈഡന്റെ ഭാഗത്ത് തന്നെ ഇസ്രായേലിനെ വലിഞ്ഞു മുറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം ട്രംപ് അനുവദിക്കില്ല. പൂർണ്ണമായി തന്നെ ഇസ്രായേൽ എന്താണോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നീങ്ങാനായിരിക്കും ട്രംപിന്റെ നിർദ്ദേശം. അദ്ദേഹം ഒരാഴ്ച മുമ്പ് തന്നെ അതിന്റെ ഭാഗമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. എന്തായാലും യുദ്ധം ഹമാസ് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അടിവേരോടുകൂടി തന്നെ താൻ വരുന്നതോടുകൂടി തന്നെ അതിനെ ഇല്ലാതാക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇത്തരം ഈ സംഭാഷണങ്ങൾ നടത്താനെങ്കിലും ചർച്ച നടത്താനെങ്കിലും ഹമാസ് തയ്യാറായത്. എന്തായാലും ഹമാസിനെ സംബന്ധിച്ച് ഇനിയൊരു പുതിയ നേതാവിനെ കണ്ടെത്തുക എന്നതായിരിക്കും അവരുടെ ആദ്യത്തെ ലക്ഷ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.